സോ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ് മാം, സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട് ചെയ്തോ. Good evening, everyone. Heartfelt welcome to each and every one of you for joining today's session. ഞാൻ ഹിജ്ന സലീജ ഇസ്മായിൽ. I'm a woman and family wellness coach. I completed my degree in civil engineering and have been working in that field for 4 years in my past. After that, my passion towards psychology and counseling led to pursue many courses and certificate programs in psychology. Through our counselor Rahmat, I got introduced to Wimble, and I had done many webinars and training programs in Wimble itself. So the professional training program which I am now attending had been made great improvement in my communication, confidence, and my understanding towards a future trainer and a counselor. And I would like to take this opportunity to thank our respected Faisal sir and Archana ma'am for their guidance and for their detailed feedback and support towards our journey. And I also like to thank my fellow teammates of batch 24 for their support, encouragement, and for being here. Today it is my distinct honor to welcome our esteemed speaker Abhiram Pierre sir from Trivandrum. Actually, he is a enthusiastic synergy trainer, and also he is a registered insurance broker, and also he is a leader in 1% Club. He is now currently doing his career in Aegis Insurance Private Limited as an insurance broker, and pastly he worked in I think he had worked in Star Care and Star Health and Care Health insurance companies. And also he has a 4-year experience in insurance field. Now he is also taking many sessions in Morning Circle and also Trainers Talk. And finally, once again, I'd like to warmly welcome each and every one of you for joining today's session. And with great respect, I really like to welcome Abhiram sir for today's session. Thank you all. Thank you, Hichin ma'am. Thank you, ma'am, for the introduction. Good evening, everyone. ഇപ്പം പറഞ്ഞ പോലെ എൻ്റെ പേര് അഭിരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വിംബിൾ അക്കാഡമിയുടെ 21 ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. 21ാം ബാച്ചിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇപ്പോൾ വിംബിൾ അക്കാഡമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ട്രെയിനിങ് ആവണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഏതൊരാൾക്കും മികച്ച അവസരങ്ങളാണ് ഈ അക്കാഡമി തരുന്നത്. ഞാനും സത്യം പറഞ്ഞ ട്രെയിനിങ് എടുക്കാൻ കഴിയുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് ഫൈസൽ സാറുമായിട്ടൊന്ന് സംസാരിച്ചതാണ്. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഈ അക്കാഡമിയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് എനിക്കൊരു ട്രെയിനർ ആവാൻ സാധിക്കും, ഒരു ട്രെയിനർ ആവാനുള്ള പാഷൻ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അതിന് ഫൈസൽ സാറ്, അർച്ചന മാം, എല്ലാവർക്കും നന്ദി പറയുന്നു. അങ്ങനെ ഒരു ട്രെയിനറായി മാറ്റിയതിനും ഇങ്ങനെ ഒരു അവസരം നൽകിയതിനും. ഇപ്പോൾ ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വിംബിൾ അക്കാഡമി ഒരുപാട് അവസരങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ട്രെയിനേഴ്സും കുറെ പേരുണ്ട്, അവരും നല്ല രീതിയിൽ ട്രെയിനിങ്സ് നടത്തുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷമാവുന്നത്. നമ്മളെ കൂടെയുള്ളവരും ഇപ്പോൾ ഈ ഹിച്ചിന മാമിനെ പോലെ ഇനി വരാനിരിക്കുന്ന ആൾക്കാരും നല്ല ട്രെയിനർമാരായിട്ട് തന്നെ പുറത്തു വരുമ്പം അവരുടെ ട്രെയിനിങ് കാണുമ്പോഴൊക്കെ വളരെ അധികം സന്തോഷമാണ് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇഫ് വൺ ഇൻകം സ്റ്റോപ്സ് ടുഡേ വാട്ട് റിമെയിൻസ്. നമുക്കറിയാം, നമുക്ക് സൊസൈറ്റി പണ്ടേ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, ഇപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി മേടിക്കുക, ജോലി മേടിച്ച് കല്യാണം കഴിക്കുക, പിന്നീട് ലോൺ എടുത്ത് വീട് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും, അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും, എനിക്ക് തോന്നുന്നത് ഒരു സോഴ്സ് ഓഫ് ഇൻകമിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം കൂടുതൽ പേരും, അല്ലേ ഇവിടെ ഇരിക്കുന്നവരിൽ? യെസ്.
ഭൂരിഭാഗം ഇപ്പൊ ഞാനുൾപ്പെടെ എന്താ പറയുക ഒരൊറ്റ ജോലിയിലൂടെ അല്ലെങ്കിൽ ഒരൊറ്റ ബിസിനസ് ചെയ്ത് അതിലൂടെ വരുമാനത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ഈ ഒരൊറ്റ ജോലിയിലൂടെ ജീവിക്കുമ്പോൾ അല്ലെ ഒറ്റ വരുമാനത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാണ്, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ജോലി തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്, അങ്ങനെ ഒരു അവസ്ഥ വരാണ്. അപ്പൊ നമുക്ക് എത്ര കാലം മുന്നോട്ട് സർവൈവ് ചെയ്യാൻ പറ്റും? ഒരു ജോലി മുന്നോട്ട് പോകാൻ പറ്റും? കാരണം നമുക്കറിയാം ഇപ്പം AI അല്ലാതെ മോഡേൺ ടെക്നോളജീസ് ഒക്കെ വരുന്നത് കാരണം പല ജോലികളും നഷ്ടമാവുന്നുണ്ട്. അപ്പൊ ഇപ്പം പലരും പേടിച്ചാണ് ജോലിക്ക് പോകുന്നത്. എന്താണ് അവരുടെ ജോലിക്ക് ഭീഷണിയാവുമോ ഈ പുതിയ ടെക്നോളജീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോ എല്ലാം ഇപ്പൊ നമ്മുടെ വീട്ടുകാരായാലും നമ്മളെ സ്കൂളിലായാലും പഠിപ്പിക്കുന്നത് നിങ്ങളൊരു ജോലി മേടിക്കൂ, നല്ലൊരു ശമ്പളമുള്ള ജോലി മേടിക്കൂ, അതുവഴി നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തു എന്നൊക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരൊറ്റ ഇൻകം സോഴ്സ് ചെയ്ത് മാത്രം ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം, നമുക്കിപ്പം ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നെ അത് ഒരു ആദ്യത്തെ ആഴ്ച തന്നെ കയ്യിൽ നിന്ന് മൊത്തം തീരെയാണ് ചെയ്യുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ്സ് അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് തന്നെ, അല്ലേ? അതല്ലേ റിയാലിറ്റി? യെസ്, അത് തന്നെയാണ്. അപ്പൊ ഞാനിവിടെ യെസ് അപ്പോ ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരൊറ്റ ഇൻകം സോഴ്സ് വെച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരൊറ്റ ഇൻകം സോഴ്സ്, ഒരൊറ്റ ജോലി മാത്രം, അല്ലെങ്കിൽ മെയിൻ ഒരു ബിസിനസ് മാത്രം ജീവിച്ച് പോകുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അതിനെ കുറിച്ചാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട 7 വരുമാന മാർഗങ്ങൾ, അതിനെ കുറിച്ചാണ്. 7 ഇൻകം സോഴ്സസ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജോബ് അല്ലെങ്കിൽ ബിസിനസ് ഇൻകം. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബിസിനസ്, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകമാണ് ആക്റ്റീവ് ഇൻകം. ഇത് സാധാരണയായി നമ്മുടെ ജീവിത ചെലവുകളും മറ്റ് ചെലവുകളെല്ലാം ഇതിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ജീവിത ചെലവുകളും മറ്റടിസ്ഥാന ആവശ്യങ്ങൾക്കും എല്ലാം ഈ ഇൻകം യൂസ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ പറയുന്ന നമ്മുടെ ആവശ്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഒരു ഒറ്റ ഇൻകം തികയാതെ വരും. അപ്പം ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ജോബ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ്, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ഇൻകം, നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് സൈഡ് ഹസ്റ്റിൽ ഇൻകം എന്ന് പറയും. എന്ന് പറയുന്നത് നമ്മളിപ്പം ജോലി അല്ലെങ്കിൽ ഒരു മെയിൻ ബിസിനസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ചിലർക്ക് ട്യൂഷൻ എടുക്കാൻ നല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, വീക്കെൻഡ്സിൽ ട്യൂഷൻ എടുക്കുന്നു. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറെ പേര് ജോലി ചെയ്യുന്നുണ്ട്, അവർ വീക്കെൻഡ്സിൽ ട്യൂഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും ട്യൂഷൻ അത് തന്നെ നോക്കാം. അപ്പൊ അവരൊരു സൈഡ് ഹസ്റ്റിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ കാണും. ഇപ്പൊ നമ്മുടെ പാഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഹോബീസ്, നമുക്ക് ഇഷ്ടമുള്ള ഹോബീസ് കാണും. ചിലപ്പോൾ ട്യൂഷൻ, ഓൺലൈൻ ടീച്ചിങ് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് കുറെ വർക്ക്സ് ഒക്കെ നമ്മൾ അല്ലാതെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് ആയിട്ട് ജോലിയുടെ കൂടെ തന്നെ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത് സൈഡ് ഹസ്റ്റിൽ ഇൻകം. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ജോബ് ചെയ്യുമ്പം തന്നെ അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻകംസ് ഉണ്ട്. അതാണ് സൈഡ് ഹസ്റ്റിൽ ഇൻകം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാലന്റ്, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. ഇതുവഴി കാലക്രമേണ ഇതുവഴി ഒരു വലിയ ഇൻകം തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ട് കാലക്രമേണ നമുക്ക് ഈ കിട്ടുന്ന മെയിൻ ജോബ്, ഈ ആക്റ്റീവ് ഇൻകമിനെക്കാളും കൂടുതൽ ഇൻകം ഇതിന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സൈഡ് ഹസ്റ്റിൽ ഇൻകം. അപ്പൊ ആദ്യത്തേത് ആക്റ്റീവ് ഇൻകം, രണ്ടാമത്തേതാണ് സൈഡ് ഹസ്റ്റിൽ ഇൻകം എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം. ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് കേട്ടിട്ടുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയ നല്ല റിട്ടേൺസ്, നല്ല ഹൈ റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ജോലി ചെയ്യാതെ തന്നെ ഇതിൽ നിന്ന് പണം ലഭിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് പക്ഷെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇതിന്റെ പറയുന്നത്. കാരണം നമുക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലോങ് ടേമില് ലോങ് റിട്ടേൺസ് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ജോലി കൂടുതൽ ചെയ്യേണ്ട, ജസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക.
യു മസ്റ്റ് ഹാവ് ദ പേഷ്യൻസ്. നമുക്ക് ക്ഷമ വേണം. പക്ഷെ ആ ക്ഷമ ചെയ്തിരിക്കുമ്പോൾ ഒരു പാസീവ് ഇൻകം ആയിട്ട് ഹൈ റിട്ടേൺസ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്ന് പറയുന്നത്. ഇത് ലോങ് ടേമിൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ലോങ് ടേം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ കാര്യം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. കാരണം ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു റിട്ടേൺസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി ഫ്രീ ആവും. കാരണം ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്ര ഇരട്ടി കൂടുതലായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. ഇത് നാലാമത് പറയുന്നതാണ് ഡിജിറ്റൽ ഇൻകം ഓർ ഓൺലൈൻ ഇൻകം. നമ്മൾ കേട്ടിട്ടുണ്ട് യൂട്യൂബ്, ബ്ലോഗ് ഇൻകം. യൂട്യൂബ് ചാനൽസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാവരും യൂട്യൂബ് ചാനൽസിലൂടെ പലരും വീഡിയോസ് ചെയ്യുന്നു, ഇൻകം കിട്ടുന്നു. ഇതാണ് ഡിജിറ്റൽ ഓർ ഓൺലൈൻ ഇൻകം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്കൊരു ഏരിയ ഓഫ് നിശ്ചയമാണ്. ഇപ്പൊ ട്രെയിനിങ്ങിലെന്ന് നോക്കുള്ളൂ. നമുക്കിപ്പം എനിക്ക് സിനർജി, മറ്റൊരാൾ കമ്മ്യൂണിക്കേഷൻ കാണും, ചിലത് AI വെച്ചിട്ട്, അതാണ് അവരുടെ നിശ്ചയം. അപ്പം സ്വന്തം നിശ്ചയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നോളജ് ഷെയർ ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാർ കണ്ടു വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ലഭിക്കും. അതാണ് ഡിജിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, വ്യൂസ് കൂടുന്നതനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഒരു ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാളല്ലല്ലോ അത് കാണുന്നത്. ഒരു ഓൺലൈൻ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 പേർക്ക് പേ ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. അപ്പം ഈ ഇൻകം എന്ന് പറഞ്ഞാൽ റെക്കറിങ് ആണ്. നമുക്ക് റെക്കറിങ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഉറക്കത്തിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം എന്ന് പറയുമല്ലോ, പാസീവ് ഇൻകം. അപ്പോൾ ഈ ഡിജിറ്റൽ ഓർ ഓൺലൈൻ ഇൻകം എന്ന് പറഞ്ഞാൽ റെക്കറിങ് ആണ്, പാസീവ് ആണ്. കാരണം നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും പിന്നെ നമ്മൾ ഉറക്കത്തിലും അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇന്നത്തെ ലോകത്ത് ഈ ഡിജിറ്റൽ ഇൻകം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. കാരണം നമുക്കറിയാം ഇന്നത്തത് ഒരു ഡിജിറ്റൽ വേൾഡ് ആണ്. ഈ പറയും പോലെ AI, മറ്റ് മോഡേൺ ടെക്നോളജീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഈ ഡിജിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തതാണ് അസറ്റ് ഇൻകം. അസറ്റ് ഇൻകം എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് കുടുംബപരമായി കിട്ടിയ വസ്തുവകൾ, അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ച വസ്തുവകകളോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇപ്പം ബിൽഡിങ്സ്, മറ്റു കാര്യങ്ങൾ, ഇതിൽ നിന്ന് ലഭിക്കുന്ന റെന്റൽ ഇൻകം, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്ത് കൃഷി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അസറ്റ് ഉണ്ട്. ഒരു അസറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് അസറ്റ് ഇൻകം എന്ന് പറയുന്നത്. നിങ്ങളുടെ വസ്തുവകകൾ അല്ലെങ്കിൽ ബിൽഡിങ്സ് പോലുള്ള സാധനങ്ങൾ. ഇപ്പൊ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഈ അസറ്റ് ഇൻകം എന്ന് പറയുന്നത് നമ്മളെ താറാവിനെ പോലെയാണെന്ന് പറയും. അപ്പൊ താറാവിനെ പോലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു താറാവിനെ മേടിച്ചിട്ട് ആ താറാവ് മുട്ടയിടുമ്പോൾ മുട്ട വിറ്റിട്ടാണല്ലോ ക്യാഷ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇന്നൊരു താറാവിനെ മേടിച്ച് ഈ താറാവിനെ മറച്ചു വിറ്റ് അത് ഒരിക്കലും ചെയ്യില്ല, അത് ഭയങ്കര നഷ്ടമല്ല. അപ്പോൾ ഒരു താറാവിനെ മേടിച്ച് കഴിഞ്ഞാൽ ആ താറാവിന്റെ മുട്ട എടുത്തിട്ട് ഡെയിലി താറാവ് മുട്ടയിടും. ഈ മുട്ടയെ വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കും. അതുപോലെയാണ് അസറ്റ് ഇൻകം. നമ്മളൊരു ബിൽഡിംഗ് റെന്റൽ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡ് മറ്റുള്ളവർക്ക് റെന്റൽ കൊടുക്കുകയോ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ഈ റെന്റൽ ഇൻകം, അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് വിളവെടുത്ത് കിട്ടുന്ന ആ ഇൻകം, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അഗ്രികൾച്ചറെ നശിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ ബിൽഡിംഗ് ഒന്നും പൊളിച്ചു മാറ്റില്ല, ബിൽഡിംഗ് മറച്ചു വെക്കുന്നില്ല. കാരണം അതിൽ നിന്നുള്ള റെന്റൽ ഇൻകമാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്ത് അത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് അസറ്റ് ഇൻകം. ഇതാണ് അസറ്റ് ഇൻകം എന്ന് പറയുന്നത്. അതാണ് അഞ്ചാമത്തെ ഇൻകം, അസറ്റ് ഇൻകം. ആറാമത് പറയുന്നതാണ് പർപ്പസ് ഡ്രിവൺ ഇൻകം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പർപ്പസ് ഡ്രിവൺ ഇൻകം ഇതെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആവശ്യത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്നുള്ള വരുമാനം. ഫോർ എക്സാമ്പിൾ ട്രെയിനിങ് തന്നെയാണ്. ഇവിടെ ഞാനടക്കം വന്നിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൽ പാഷനായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. എല്ലാവരും ട്രെയിനിങ് ഫീൽഡിൽ വളരണം, നല്ലൊരു എക്സ്പേർട്ട് ആവണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതാണ് നമ്മളെ പർപ്പസ് ഡ്രിവൺ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ആവേശത്തോടെ, എന്ന് വെച്ചാൽ മടുപ്പ് തോന്നാത്ത, ചിലർ പറയത്തില്ല ജോലി ചെയ്യുമ്പോൾ ജോലിയെ സ്നേഹിച്ച് ചെയ്യണം, എത്ര ചെയ്താലും മടുപ്പ് തോന്നാൻ പാടില്ല. അതാണ് പർപ്പസ് ഡ്രിവൺ ഇൻകം. നമുക്ക് ആവേശത്തോടെ എത്ര ചെയ്താലും മടുപ്പ് തോന്നാത്ത വിധത്തിൽ എന്ത് കാര്യം ചെയ്ത് ഇൻകം ലഭിക്കുന്നുണ്ടോ അത് പർപ്പസ് ഡ്രിവൺ ഇൻകം ആണ്. അത് നമുക്ക് നമ്മുടെ സ്വപ്നവും ലക്ഷ്യവും എല്ലാം ചേർന്ന് ഒരു വരുമാന മാർഗം, നമ്മുടെ ഗോൾസ്, ഡ്രീംസ് ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വരുമാന മാർഗം സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിന് കുറച്ചും കൂടെ ഒരു അർത്ഥം ഉണ്ടാവും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്താണ് ഏൺ ചെയ്യുന്നത്, ജീവിതത്തിൽ ജീവിക്കുന്നത്, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടാണ് ഞാൻ പണം സമ്പാദിക്കുന്നത് എന്ന് നമുക്ക്
ആവേശത്തോടെ ആത്മാർത്ഥതയോടെ പറയാൻ സാധിക്കും. അങ്ങനെ കിട്ടുന്ന ഒരു ഇൻകമാണ് പർപ്പസ് ഡ്രിവൺ ഇൻകം എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ഏഴാമത് പറയുന്നത് എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ് പറയുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഇൻകം ആയിട്ടല്ല, അതൊരു പ്രൊട്ടക്ഷൻ ആണ്. സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉള്ള സാമ്പത്തിക പരിഹാരം, സാമ്പത്തിക സുരക്ഷിതത്വം, അതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം ഇത്രയും ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഈ ഒരു ഇത്രയും ഇൻകം എന്ന് വെച്ചാൽ ജനറേറ്റ് ചെയ്യാനും ഇതിനെ മുന്നോട്ട് ബിൽഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മളൊരാൾ വേണമല്ലോ. അപ്പൊ നമുക്ക് ഒരു പരിരക്ഷ വേണ്ടി, നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടി, ഇപ്പൊ ലൈഫിലായാലും ഹെൽത്തിലായാലും. ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് കേട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജീവഹാനി സംഭവിച്ചാൽ അയാളുടെ ഫാമിലിക്കോ അല്ലെങ്കിൽ അയാളുടെ നഷ്ടം നികത്തിക്കൊണ്ട് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അയാളുടെ ഫാമിലിക്ക് ലഭിക്കും. ഇപ്പൊ ആശുപത്രി ചെലവ് നമുക്കറിയാം, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഹോസ്പിറ്റൽ ബിൽസ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റോ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ ആശുപത്രി പോകുമ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെയൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. കാരണം ആശുപത്രിയിൽ ഇപ്പൊ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇൻകം ജനറേഷൻ മാത്രമല്ല, ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിന് പ്രൊട്ടക്ഷന് കൊടുക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ഇൻഷുറൻസിൽ വരുന്നത്. അപ്പൊ ഇതാണ് 7 ടൈപ്സ് ഓഫ് ഇൻകം എന്ന രീതിയിൽ ഇതിൽ വരുന്നത്. ഇനി റൂൾസ് ആണ് പറയപ്പെടുന്നത്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഇൻകമിനെ കുറിച്ചാണ്. 7 ടൈപ്സ് ഓഫ് ഇൻകമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇത്രയും നേരം. ഇതിൽ ഇനി ഫിനാൻസ് റൂൾസ്. ഇപ്പോൾ ഞാൻ വലിയ എക്സ്പെർട്ട് ഒന്നും അല്ല, ബട്ട് ഒരു സാധാരണക്കാരനെന്ന നിലയിൽ നമുക്ക് പാലിച്ചു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 7 ഫിനാൻസ് റൂള് ഞാൻ പറയാം ഇതിന്റെ കൂടെ തന്നെ. ഫസ്റ്റ് നമ്മൾ ഇൻകത്തിനെ കുറിച്ച് സംസാരിച്ചു. വരുമാന മാർഗങ്ങളാണ്, 7 വരുമാന മാർഗങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യം വേണ്ട 7 വരുമാന മാർഗം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരൊറ്റ ഇൻകം സോഴ്സ് വെച്ച് ഇനി അങ്ങോട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ജോലി അല്ലെങ്കിൽ ഒരൊറ്റ ബിസിനസ്സിൽ നിന്ന് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരിക്കും. അപ്പൊ എന്തുകൊണ്ടും മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് കണ്ടുപിടിക്കണം. അത് പെട്ടെന്ന് ചാടിക്കയറി ഒരു ഇൻകം സോഴ്സസ് തുടങ്ങാനല്ല പറയുന്നത്. നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു ഇൻകം സോഴ്സ് കണ്ടുപിടിക്കുക, അതിനെ വളർത്തിയെടുക്കുക. എന്ന് വെച്ചാൽ ആദ്യം സ്റ്റെപ്പ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് വളർത്തിയെടുക്കുക. പിന്നെ അടുത്ത് തേർഡ് മൾട്ടിപ്പിൾ സോഴ്സ് കണ്ടുപിടിക്കുക, അതിനെ കുറച്ച് വളർത്തിയെടുക്കുക. നമുക്ക് ഇത് ഒരിക്കലും ഒരു ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇൻകം ജനറേഷൻ അല്ലെങ്കിൽ ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യം അതിനെ ക്രിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കുക, അത് ചെയ്ത് നോക്കുക. ആക്ഷൻ, അതാണ് മെയിൻ. ആക്ഷനാണ് നമ്മൾ ആദ്യം ചെയ്തു നോക്കുക. അതിന് ആദ്യം ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇപ്പം സക്സസ് തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം ഫെയിലിയർ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. ആ ഫെയിലിയറിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം വന്നു, ഇതെങ്ങനെ മറികടക്കാം. ഇത് ഏതൊരു കാര്യമായാലും നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചെറിയ നമ്മൾ സൈക്കിൾ വിട്ടുമ്പോൾ അറിയാമല്ലോ, വീണല്ലേ പഠിക്കുന്നത്. അപ്പൊ അതുപോലെ വീണായിരിക്കും പഠിക്കുന്നത്. പക്ഷെ തുടക്കത്തിൽ ഒരു 3 ഇൻകം സോഴ്സസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഫസ്റ്റ് ഫേസിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നീട് പോകെ ക്രിയേറ്റ് അതിന് കൂട്ടി കൊണ്ടുവന്നാൽ മതിയാവും. അതാണ് ഇൻകം ജനറേഷൻ, ഇൻകം സോഴ്സസ് അതിലേക്ക് വരുന്നത്. ഇനി അടുത്ത ഫിനാൻസ് റൂളിലേക്ക് വരാം. 7 ഫിനാൻസ് റൂൾ. അത് ആദ്യം പറയുന്നത് 50-30-20 റൂൾ. ഇവിടെ ഇരിക്കുന്ന കേട്ടിട്ടുണ്ടായിരിക്കും ഇത്. മിക്കയിടത്തും പറയുന്നതാണ് 50-30-20 റൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 50% നീഡ്സ്, ആവശ്യങ്ങൾക്കായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ റെന്റ്, EMI, നമ്മുടെ ഗ്രോസറി, സ്കൂൾ ഫീസ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള നമ്മുടെ അത്യാവശ്യങ്ങൾക്കായിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 50% അതിനായിട്ട് മാറ്റിവെക്കണം. അതാണ് 50-30-20 റൂളിലെ 50%. അത് 30% വാണ്ട്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകുന്നു. ഔട്ടിങ്, എന്റർടൈൻമെന്റ്, ഷോപ്പിംഗ്, ഹോളിഡേ, പുതിയ മൊബൈൽ ഫോൺ, ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങുന്നത്, സബ്സ്ക്രിപ്ഷൻസ്, ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 30% ഇതിനു വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. അടുത്ത് വന്ന 20%, 50-30-20 റൂൾ. അതിൽ 20% ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്,
റിട്ടയർമെന്റ്, നമ്മളെ റിട്ടയർമെന്റിന്, സേവിങ്സിന്, ടേം ഇൻഷുറൻസ്, അതുപോലെ എമർജൻസി ഫണ്ട് എന്ന് വെച്ചാൽ ഇതിനൊക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് 20%. ഇപ്പൊ 50-30-20 റൂൾ. 50% നീഡ്സ് ആണ്, നമ്മളെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് 50% മാറ്റി വെക്കുക. 30% കാര്യങ്ങൾ നമ്മൾ എന്റർടൈൻമെന്റ്, സബ്സ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് 30% മാറ്റി വെക്കുക. 20% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ മണി ഇൻവെസ്റ്റ് ചെയ്യണം. ഈ പറയും പോലെ എമർജൻസി ഫണ്ട്, മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കുറെ സ്കീംസ് ഉണ്ട്. അതിലൊക്കെ റിട്ടയർമെന്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുക. 20%. അടുത്ത റൂള് 24-10 റൂൾ. 24-10 റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും കാറൊക്കെ എടുക്കുമല്ലോ, 4 വീലർ എല്ലാവരും എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരെ 4 വീലർ എടുക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാരെ എടുക്കും. കാരണം എന്താണ്? കാരണം ലോൺ കിട്ടും. കാർ ലോൺ നമുക്ക് കിട്ടും കാർ എടുക്കാനായിട്ട്. കാരണം നമ്മൾ ആ ഷോറൂമിൽ പോകുമ്പോൾ തന്നെ അറിയാം, അവിടെ ചെല്ലുമ്പോഴേ അതിനുള്ള ആൾക്കാർ കാണും ലോൺ തരാനായിട്ട്. അപ്പൊ അവരപ്പൊ തന്നെ നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ് നോക്കി, സിബിൽ സ്കോർ ഒക്കെ നോക്കിയിട്ട് അപ്പൊ തന്നെ ലോൺ സാങ്ഷൻ ചെയ്ത് തരും. അപ്പം ലോൺ എടുത്ത് EMI അടച്ചാൽ മതിയല്ലോ, മാസം EMI അടച്ചാൽ മതി എന്ന് പറഞ്ഞ് കാർ എടുക്കും. പക്ഷെ അതിന് ഒരു റൂളുണ്ട്, അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. നിങ്ങളിപ്പം കാർ ലോണിനാണ് എടുക്കണമെങ്കിൽ, കാർ ലോൺ എടുക്കുമ്പോൾ അതിൽ 20-40-10 റൂളില് 20% ആയിരിക്കണം ഡൗൺ പേയ്മെന്റ് പ്രീമിയം നിങ്ങൾ അടയ്ക്കുന്നത്. ഇപ്പം ലോൺ എടുക്കുമ്പോൾ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമല്ലോ, ഫുൾ ലോൺ ആയിട്ട് അവർ തരില്ല. നമ്മൾ എന്തായാലും ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കിയായിരിക്കും ലോൺ ആയിട്ട് തരുന്നത്. അപ്പൊ ഈ ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് 20% ആയിരിക്കും. നിങ്ങളുടെ സാലറിയുടെ 20% ആയിരിക്കും ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടയ്ക്കേണ്ടത് കാറിൽ. ഇനി അതിൽ 4 എന്ന് പറഞ്ഞത് 24-10, അതിൽ 4 എന്ന് പറയുന്നത് വർഷ കാലാവധിയാണ്. നമ്മൾ ഈ EMI അടയ്ക്കുന്ന വർഷ കാലാവധി അത് 4 വർഷമോ അതിന് കുറവോ ആയിരിക്കണം. ഒരു കാരണവശാലും 4 വർഷത്തിന് കൂടാൻ പാടില്ല. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെന്റ് നമ്മുടെ ശമ്പളത്തിന്റെ 20% ആയിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് 4 വർഷമോ അതിന് കുറവ് വർഷമോ ആയിരിക്കണം കാലാവധി. ഒരിക്കലും 4 വർഷത്തിന് കൂടുതൽ കാലാവധി എടുക്കരുത് EMI അടയ്ക്കാനായിട്ട്. ഇനി 10% എന്ന് പറയുന്നത്, EMI എന്ന് പറയുന്നത് നിങ്ങളുടെ സാലറിയുടെ 10% ആയിരിക്കണം മാക്സിമം. 10%മോ അതിന് കുറവോ ആയിരിക്കണം. ഒരിക്കലും 10% കൂടാൻ പാടില്ല. അപ്പൊ 24-10, 20% ഡൗൺ പേയ്മെന്റ് ആയിരിക്കണം. നിങ്ങളുടെ സാലറിയുടെ 20% ആയിരിക്കണം ഡൗൺ പേയ്മെന്റ്. അടുത്ത് 4 വർഷമോ അതിന് കുറവോ ആയിരിക്കണം EMI കാലാവധി. പിന്നെ നിങ്ങളുടെ സാലറിയുടെ 10% ആയിരിക്കണം EMI എന്ന് പറഞ്ഞത്. 10%മോ കുറവോ, ഒരിക്കലും 10% കൂടാൻ പാടില്ല. ആണ് 24-10 റൂൾ. അടുത്ത് 3x റെന്റ് റൂൾ. മൂന്നാമത്തെ റൂളാണ് 3x റെന്റ് റൂൾ. 3x റെന്റ് റൂൾ എന്നാൽ നമുക്കറിയാം, നമ്മൾ വാടകയ്ക്ക് താമസിക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ജോലി വേറെ സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ വാടകയ്ക്കായിരിക്കുമല്ലോ താമസിക്കുന്നത്. എന്തായാലും നമ്മളെ നാട് ഇപ്പം കേരളത്തിനാണ് നാട്, ബാംഗ്ലൂരിലാണ് ജോലി. അപ്പൊ അയാൾക്ക് എന്തായാലും ബാംഗ്ലൂരിലൊക്കെ പോകുമ്പോൾ വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. അപ്പൊ അവിടെയും നമ്മൾ റൂളാണ്. അപ്പം അവിടെ പലരും വാടകയൊക്കെ ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ഭയങ്കര കൂടിയ വാടകയിലൊക്കെ എടുക്കും. പിന്നെ അവര് വേറെ നിവർത്തിയില്ലാത്തതും എടുക്കുന്നതാണ്. പക്ഷെ അവർക്ക് അതില് അവരുടെ ചെലവ് കണ്ടെത്താൻ പറ്റത്തില്ല, ഭയങ്കര ചെലവായിരിക്കും. പക്ഷെ അവിടെ അല്ലാതെ അപ്പൊ നമുക്ക് റീസണബിൾ റേറ്റിൽ കിട്ടുന്ന സ്ഥലമുണ്ട്, അല്ലാത്തതും ഉണ്ട്. പക്ഷെ കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷെ എന്നിരുന്നാലും അതിനൊരു റൂളുണ്ട്. നമ്മൾ ഈ റെന്റ് എടുക്കുന്നതിന് അതിന് 3x റെന്റ് റൂൾ എന്ന് പറയും. അതില് 3x റെന്റ് റൂൾ എന്ന് പറയുന്നത്, ഈ വാടക എന്ന് പറയുന്നത് നമ്മുടെ ശമ്പളത്തിന്റെ 1/3 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 60,000 രൂപയാണ് നമുക്ക് ശമ്പളമെങ്കിൽ വാടക 20,000 കൂടാൻ പാടില്ല. മാക്സിമം 20,000 രൂപയായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ശമ്പളത്തിന്റെ 1/3 ആയിരിക്കണം ഹൗസ് റെന്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അതിന് കൂടാൻ പാടില്ല. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ചെലവ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട നിൽക്കും. പിന്നെ നമുക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ക്യാഷ് കണ്ടെത്താൻ പറ്റും കൂടുതൽ. ഇപ്പം 60,000 20,000 രൂപ റെന്റ് പോയി കഴിഞ്ഞാൽ 40,000 രൂപ ബാക്കിയുണ്ടല്ലോ. അതിന് സേവിങ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താനായിട്ട് എന്തായാലും സാധിക്കും. പിന്നെ മാസം മാസമുള്ള ഈ റെന്റിനെ കുറിച്ചുള്ള സ്ട്രെസ് നമുക്ക് കുറഞ്ഞു കിട്ടും. കാരണം ഇത് ചിലപ്പം ചെറിയ രീതിയിലൊക്കെ കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ടെൻഷനും പ്രഷറും ഒക്കെ കാണും. അപ്പൊ ഇത് നമുക്ക് കുറഞ്ഞു കിട്ടും ഇങ്ങനെ ഈ ഒരു കണക്ക് കൂട്ടലിൽ പോയി കഴിഞ്ഞാൽ. അപ്പം അതാണ് 3x റെന്റ് റൂൾ. അപ്പം നമ്മളെ വാടക എന്ന് പറഞ്ഞാൽ നമ്മളെ വരുമാനത്തിന്റെ 1/3 അടുത്തത് 4-മത്തത്
3 to 6 മന്ത് ഫണ്ട് റൂളാണ്. ഇത് 3 to 6 മന്ത് ഫണ്ട് എന്ന് പറയുന്നത് എമർജൻസി ഫണ്ട് എന്ന് ഇവിടെ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എമർജൻസി ഫണ്ട് എന്ന് മിക്കവാറും കേൾക്കുന്ന ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് എന്ന് വെച്ചാൽ നമുക്ക് നാളെ ജോലി നഷ്ടമായ അല്ലെങ്കിൽ നമുക്ക് നാളെ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്ന നമ്മുടെ കയ്യിൽ ഒരു ഫണ്ട് വേണം, എമർജൻസി ഫണ്ട്. അതെന്ന് പറയുന്നത് 3 മുതൽ 6 മാസം വരെയുള്ള നമ്മളെ എക്സ്പെൻസസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ചെലവുണ്ടല്ലോ, 3 തൊട്ട് 6 മാസത്തേക്കുള്ള വരുന്ന ചെലവിന്റെ ആ എക്സ്പെൻസ് നമുക്ക് സേവിങ്സ് ആയിട്ട് എമർജൻസി ഫണ്ടായിട്ട് വേണം. ഇപ്പൊ നിങ്ങൾക്ക് മാസം ഒരു ചെലവ് ഇപ്പൊ 25 രൂപ 25,000 രൂപ മാസ ചെലവെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എമർജൻസി ഫണ്ടായിട്ട് എവിടെയെങ്കിലും മാറ്റിയിട്ടേ. കാരണം നമുക്ക് ജീവിതത്തിൽ അറിയാമല്ലോ, ഇപ്പം എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ ചിലപ്പം ഒരു 2-3 മാസത്തേക്ക് പോകാൻ സാധിക്കാതെ വരാൻ, ചിലപ്പോൾ ജോലി നഷ്ടപ്പെടാം. അപ്പൊ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഫണ്ട് വേണമല്ലോ. ഒരു 3 മാസം 6 മാസം അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം, പക്ഷെ അത്രയും മാസം പിടിച്ചു നിൽക്കണ്ടേ. അതിനാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാസമുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ, ആ എക്സ്പെൻസിന്റെ 3 തൊട്ട് 6 മാസം വരെ ഉള്ള ഇപ്പം എന്ന് വെച്ചാൽ ആ എക്സ്പെൻസ് ഇൻറ്റു 6 times. അതാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് 25x റൂൾ എന്ന് പറയും. 25x റൂൾ അതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പൊ ഒരു 55-60 വയസ്സാകുമ്പോൾ നമ്മൾ റിട്ടയർമെന്റ് സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എത്രയാണ് വേണ്ടി വരുന്നത് എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് 25x റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്ന് പറയുന്നത് നമ്മളിപ്പോ മാസ ചെലവുണ്ടല്ലോ, മന്ത്ലി എക്സ്പെൻസിനെ നമ്മൾ ഇയർലി എക്സ്പെൻസ് ആക്കണം. എന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പെൻസ് കിട്ടുള്ളൂ, അപ്പൊ ഇയർലി എക്സ്പെൻസ് വരും. ആ ഇയർലി എക്സ്പെൻസ് ഇൻറ്റു 25 ആണ് നമുക്ക് റിട്ടയർമെന്റിനുള്ള ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് പറയും പോലെ ഇപ്പം 50,000 രൂപ എക്സ്പെൻസ് മാസം വരുന്നത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. മാസം എക്സ്പെൻസ് വരുന്നുണ്ട്, അപ്പൊ അത് ഒരു വർഷത്തേക്ക് ആകുമ്പോൾ 6 ലക്ഷം രൂപയാണ്. 6 ലക്ഷം, അപ്പൊ ഈ 6 ലക്ഷം ഇൻറ്റു 25 1.5 കോടിയാണ്. 1.5 കോടി ആണ് നിങ്ങൾക്ക് ആ റിട്ടയർമെന്റ് ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ട എമൗണ്ട് ആണ് ഈ പറഞ്ഞ 1.5 കോടി എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് 2x ഇൻവെസ്റ്റിംഗ് റൂൾ എന്ന് പറയും. 2x ഇൻവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ലക്സറി ഐറ്റംസ് മേടിക്കാറുണ്ട് കടയിൽ നിന്നൊക്കെ. പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, ഒന്ന് വാങ്ങിച്ചത് വെറുതെ ആയിപ്പോയി. പക്ഷെ ചിലപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി മേടിച്ച, പെട്ടെന്ന് കാണുമ്പോൾ ഒരു കൗതുകത്തിന് മേടിച്ച സാധനങ്ങളായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, ഓ ഇത് മേടിക്കണ്ടായിരുന്നു, വെറുതെ പൈസ കളഞ്ഞു എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു റൂള് വരുന്നത്. അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ലക്സറി ഐറ്റം വാങ്ങിച്ചു, ഇപ്പം ഫോർ എക്സാമ്പിൾ 10,000 രൂപയുടെ ഒരു ലക്സറി ഐറ്റം നിങ്ങൾ മേടിക്കാൻ, എങ്കിൽ നിങ്ങൾ കാര്യം ചെയ്യണം, ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഒരു ലക്സറി ഐറ്റം മേടിക്കുന്നത്, അത്രയും പൈസ നിങ്ങൾ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് 2x ഇൻവെസ്റ്റിംഗ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ലക്സറി ഐറ്റം മേടിക്കുന്നു, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കതൊരു കുറ്റബോധം തോന്നിയാലും നമ്മൾ വിചാരിക്കും അത്രയും പൈസ അപ്പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു സമാധാനം കാണും. അത് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹാബിറ്റായിട്ട് മാറും. അത് നല്ലതാണ്. അതാണ് 2x ഇൻവെസ്റ്റിംഗ് റൂൾ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് 7ാമത് പറയുന്നത് 100 മൈനസ് ഏജ് റൂൾ. 100 മൈനസ് നമ്മുടെ ഏജ് എന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്ത് എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മളെ ഏജ് വെച്ച്, വയസ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് 30 വയസ്സാണെന്ന് വെച്ചോ, 30 വയസ്സാണെങ്കിൽ 100 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 70. അപ്പൊ അവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തെ 70% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. 30ാമത്തെ വയസ്സിൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 70% നമ്മൾ ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുപോകാം. ബാക്കി 30% വേണം എക്സ്പെൻസിലും മറ്റു കാര്യങ്ങൾക്കും വരാനായിട്ട്. അത് ഏജ് കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 40 വയസ്സായി കഴിഞ്ഞാൽ അത് നേരെ 60%. സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വരികയാണ്. അപ്പൊ നമ്മൾ റിട്ടയർമെന്റ് സമയമാകുമ്പോൾ നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് നല്ല ഹ്യൂജ് എമൗണ്ട് അവിടെ കാണും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് 7 ഫിനാൻസ് റൂൾ എന്ന് പറയുന്നത്. 7 എന്ന് വെച്ചാൽ മസ്റ്റായിട്ട് വേണ്ട ഫിനാൻസ് റൂൾ. ഫിനാൻസ് റൂൾ ഒരുപാടുണ്ട്, ശരിക്കും ഉണ്ട്. ഇത് 7 എണ്ണമൊന്നും അല്ല,
ഒരുപാടുണ്ട്. ഞാൻ അതിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു 7 എന്ന രീതിയിൽ തിരിച്ചെഴുതിയതാണ്. ഇത് കഴിഞ്ഞ ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടും. പക്ഷെ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയ ഒരു 7 ഇത് തന്നെയാണ്. അപ്പൊ ചുരുക്കം പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ, 5 വർഷമൊന്നല്ല, ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കിപ്പോ അറിയാലോ, ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരെയാണ്. അതുപോലെ വേറെ പല കാര്യങ്ങളും, ഇപ്പം യുദ്ധം നമ്മൾ കാണുന്നുണ്ട്, യുദ്ധം കൂടി, അതിന് ഇതായിട്ട് ഫ്യൂവൽ, മറ്റേ നമ്മളെ പെട്രോള്, ഗ്യാസ്, ഇതിന്റെ വിലയെല്ലാം കൂടിക്കൂടി വരെയാണ്. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക, വണ്ടി കൂടുതൽ ഉപയോഗിക്കരുത്, നിങ്ങൾ ബസ്സും മറ്റേ ട്രെയിനും കൂടുതൽ ഉപയോഗിക്കുക. അപ്പൊ സർക്കാർ തന്നെ ഇപ്പൊ നമ്മളോട് പറയാണ് ചെലവ് കൂടുതൽ കുറയ്ക്കണം. കാരണം സാധനങ്ങളുടെ റേറ്റും മറ്റും കൂടുകയാണ്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പം പ്രൈവറ്റ് ആണെങ്കിൽ പോലും അവരാരും ശമ്പളം അതിനനുസരിച്ച് കൂട്ടിത്തരണില്ലല്ലോ. അപ്പൊ അത് കൂട്ടിത്തരുന്നില്ല. അത് നമ്മുടെ ഇപ്പൊ പഴയ ശമ്പളം തന്നെയാണ് ഇപ്പോൾ. പക്ഷെ സാധനങ്ങളുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളുടെ വില, അതുപോലെ ആശുപത്രി, മരുന്നുകൾ, ഇതിന്റെ ബില്ലെല്ലാം ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആശുപത്രിയിലൊക്കെ കടന്നാലേ ഒരാഴ്ച കടന്നാൽ തന്നെ 2-3 ലക്ഷം രൂപയാണ് ബില്ല് വരുന്നത്. മരുന്നുകൾക്കും അതനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിയുമ്പം ഒരു ഒറ്റ സോഴ്സിൽ നിന്ന് മാത്രം നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് പോകും. ഒരു മെയിൻ ജോലി അല്ലെങ്കിൽ ഒരൊറ്റ ബിസിനസ് മാത്രം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 7 ഇൻകം ഉണ്ടല്ലോ, അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു കുറഞ്ഞതൊരു 3-4 സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവരെയും കൊണ്ട് സാധിക്കും. അപ്പം വേറെ ഇൻകം, അതുപോലെ നമ്മളെ സൈഡ് ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യാനായിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഈ പറയും പോലെ നമ്മുടെ പാഷൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോബി, എല്ലാവർക്കും ഹോബി കാണും. ആ ഹോബിയെ നമുക്ക് എന്താ പറയുക, ഒരു മണി മേക്കിംഗ് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഹോബി എങ്ങനെയാണ് ഒരു ബിസിനസ്സായിട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ട്രെയിനേഴ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ളൊരു നിശ്ചയം കണ്ടെത്തുക. അതിൽ ഈ പറഞ്ഞ പോലെ പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ട്രെയിനിങ്സ് എടുക്കുക കൂടുതലായിട്ട്. അപ്പൊ നിങ്ങൾ ആവേശത്തോടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു നൽകുക, അതുവഴി ട്രെയിനിങ് എടുക്കുക. അതുവഴി നിങ്ങൾക്ക് പർപ്പസ് ഡ്രിവൺ ഇൻകം ഉണ്ടാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാധിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻകം, യൂട്യൂബ് ചാനൽസ്, അതറിയാലോ, യൂട്യൂബ് ചാനൽസ് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം അതിൽ നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ആൾക്കാർ കാണുന്നതനുസരിച്ച്. പിന്നെ ഈ ഓൺലൈൻ കോഴ്സസ് എന്നൊക്കെ പറയും, നമ്മൾ ഓൺലൈൻ കോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള പല പ്ലാറ്റ്ഫോമുകളും. നമ്മൾ ഒരിക്കൽ മറ്റേ ഉദമി കോഴ്സറ എന്നൊക്കെ പറഞ്ഞ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിന് നമുക്ക് നമ്മുടെ സ്വന്തം കോഴ്സ് ക്രിയേറ്റ് ചെയ്തിടാം ഓൺലൈനായിട്ട്. അത് മറ്റുള്ളവർ വന്ന് പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് നമുക്ക് ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ പാസീവാണ്. കാരണം നമ്മൾ ഒരിക്കൽ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്താൽ മതി, മാർക്കറ്റ് ചെയ്താൽ മതി. അപ്പൊ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് ആ പാസീവ് ഇൻകം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പല ഓപ്ഷൻസ് ഇന്ന് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. പല കമ്പനികളും അവരുടെ പ്രോഡക്ട്സ് ഇപ്പൊ നമുക്ക് നമ്മുടെ കഴിവ് ഉപയോഗിച്ച് ഫ്രീലാൻസ് ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ശതമാനം കമ്മീഷനായിട്ട് ഇൻസെന്റീവ് ആയിട്ടൊക്കെ തരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കാം. നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത്, പക്ഷെ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും, നമുക്കും അവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ മാത്രം നമുക്കത് പ്രൊമോട്ട് ചെയ്യാം. ഒരിക്കലും ക്യാഷിന് വേണ്ടി മാത്രം ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുകയാണ്, പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അത് ഉറപ്പുവരുത്തണം, നമുക്ക് ഉപയോഗമുള്ളതാണ് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം. അതുവഴി ആ കമ്പനി ഒരു ഇൻസെന്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമുക്ക് ഫീവർ, അപ്വർക്ക് എന്നും പറഞ്ഞുള്ള കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി നമുക്ക് ഫ്രീലാൻസ് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്രീലാൻസ് വർക്ക് എടുത്ത് ഡാറ്റ എൻട്രി അതുപോലത്തെ കുറെ ഫ്രീലാൻസ് വർക്കൊക്കെ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് വഴികൾ എക്സ്പ്ലോർ ചെയ്യുക. അതുവഴി നമ്മുടെ ഒറ്റ ആക്റ്റീവ് ഇൻകം മാത്രമല്ലാതെ മറ്റ് ഇൻകം സോഴ്സസും കൂടെ ഉണ്ടാക്കും. ഇതെന്ന് പറഞ്ഞാൽ പതുക്കെ കാലക്രമേണ വളരും. അപ്പോൾ എന്നും ഒരുപോലെ ഇരിക്കത്തില്ല. നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവും. അപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നമ്മൾ എക്സ്പേർട്ട് ആവുന്ന അനുസരിച്ച് നമ്മളെ ഏണിങ്സ് കൂടും. അപ്പം ഒരു 5-6 വർഷമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്റ്റീവ് ഇൻകത്തിനെക്കാളും നല്ലൊരു ഇൻകം ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഒരു പക്ഷേ നമുക്കിപ്പം ഇടയ്ക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ജോലി നഷ്ടപ്പെട്ടാലും വയ്യാണ്ടായി കഴിഞ്ഞാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അല്ലാതെ ഇതിപ്പം ഈ ആക്റ്റീവ് ഇൻകം ഒരൊറ്റ ജോലി അല്ലെങ്കിൽ ഒരൊറ്റ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കൊണ്ടാണ് നമ്മൾ ലോൺ അടയ്ക്കും, EMI അടയ്ക്കും, ഇൻഷുറൻസ് അടയ്ക്കും, വീട്ടു ചെലവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇപ്പം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഈ ചെലവുകളെല്ലാം കൊണ്ട് കൂട്ടിമുട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു ഒറ്റ ഇൻകം സോഴ്സസിൽ നിന്ന് മാത്രം ജീവിക്കാൻ പറ്റത്തില്ല. കാരണം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം മാസം സാലറി കിട്ടി ആദ്യത്തെ ആഴ്ച എന്നതെല്ലാം ആവിയായി പോയി എന്നൊക്കെ പറയുന്നത് കേട്ട അതിന്റെ കാരണം ഇതാണ്. കാരണം ഈ പറയും പോലെ ചെലവുകൾ കൂടുതലാണ്, ഇൻഫ്ലേഷൻ റേറ്റ് കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 7 ഇൻകം സോഴ്സസ് അത് ഒന്നും കൂടെ അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ ഫിനാൻസ് റൂൾ, നമുക്കിപ്പം വരുന്ന നമുക്ക് കിട്ടുന്ന ഇൻകം ബഡ്ജറ്റ് ചെയ്ത് ഈ പറയും പോലെ 50-30-20 ആ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനും അതനുസരിച്ച് ചെലവാക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൾ. ആരും ഒന്നും പറയുന്നില്ല അല്ലേ അഭിരാം സർ? പറയാനുള്ള സമയമായിരുന്നോ അർച്ചന മാം? അർച്ചന അതെ, മാം അതെ. തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതെല്ലേ. കാത്തിരിക്കുക. ഓക്കെ. അപ്പോ ഈ ഒരു വിഷയത്തിൽ ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ പറയാനുണ്ടെങ്കിൽ ഇതിനാണ് ആ സമയം ഉപയോഗിക്കേണ്ടത്. പറയട്ടെ എന്നാല്. പ്ലീസ്. ഹേമലത മാം പ്ലീസ്. ഹേമലത. ഞാൻ സാറിന്റെ നേരത്തെ മോർണിംഗ് സർക്കിളിലൊക്കെ കേട്ടിട്ടുണ്ട്, അതിൽ കയറാറുള്ളപ്പോൾ സാറിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്, നന്നായി കാര്യങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ ഇന്ന് ഇൻട്രോ പറഞ്ഞ ഹിജന ഞങ്ങളുടെ ക്ലാസ്മേറ്റ്, ഇപ്പോഴത്തെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിലെ ബാച്ചിൽ എൻ്റെ കൂടെ ഉള്ളതാണ്. ഹിജന നന്നായി ചെയ്തിരുന്നു. പിന്നെ അഭിരാം സാറിന്റെ ടോപ്പിക് തന്നെ കൺഗ്രാറ്റ്സ് ഹിജന. പിന്നെ അഭിരാം സാർ പറഞ്ഞു ഈ 1 ഇൻകം സ്റ്റോപ്സ് ടുഡേ വാട്ട് റിമെയിൻസ്, അതൊരു വലിയ ചോദ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളൊക്കെ എല്ലാരെയും അല്ല എങ്കിലും ഒരു ഇൻകം കൊണ്ട് ഇങ്ങനെ പറഞ്ഞ പോലെ കണ്ടാൽ തോന്നും എന്തൊക്കെയോ ഉണ്ടെന്ന്. പക്ഷെ നമ്മള് പാടുപെടുന്ന അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതെല്ലാം കൂട്ടിമുട്ടിക്കാൻ ലോണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ അടവ്, അത് ഇതെല്ലാം കൂടെ പറഞ്ഞ പോലെ ഒരു 10 ദിവസം 15 ദിവസം ആകുമ്പോഴേക്കും ബാക്കി ഇനി എങ്ങനെ അപ്പുറം എത്തുന്ന ഉള്ള വിചാരം വരും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, അതിനുള്ള വഴികൾ, പലതരം ഇൻകം പറഞ്ഞു തന്ന് 7 തരം, അതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് നന്നായിട്ട് ഇൻകംസ് ഇങ്ങനെയെല്ലാം ചെയ്യാം. പിന്നെ ഫിനാൻസ് റൂൾസ് അതും കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര നമ്പർ ഇട്ട് ഓരോന്ന് 50, 30, 20 എന്താണ്, 24-10 അതെന്താണ്, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ അത്. ഈ കാർ ലോണൊക്കെ ഞാനൊക്കെ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. 5 വർഷമുണ്ട്. അപ്പൊ ഞാൻ ഈ 4 years എന്ന് പറഞ്ഞപ്പോ എനിക്ക് 5 വർഷം, ഇനി ഒരു 1.5 വർഷം കൂടെ കിടക്കുക. അതൊക്കെ തീരണ്ടേ എന്നുള്ളതൊക്കെ നമുക്കൊരു ബാധ്യതയാണ്. നമ്മൾ അത്ര പ്ലാനിങ് ഒന്നും, എനിക്ക് ഇതൊന്നും അറിയില്ല, എക്കണോമിക്സ് ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ വക പ്ലാനിങ് മണി മാനേജ്മെന്റ് ഒക്കെ അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോ ഇതൊക്കെ ഇങ്ങനെ നോക്കി വന്നാൽ കുറെ നല്ലതാണ്. പിന്നെ അഡീഷണൽ ഇൻകം ഒന്നും ഇപ്പോഴും ഇല്ല. അപ്പൊ എനിക്ക് അർച്ചന മാമിനെയൊക്കെ തോന്നി, മാം വേറെ ഓൺലൈൻ ക്ലോത്തിങ് ഡ്രസ്സിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതാണല്ലോ. അപ്പോ എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്കൊക്കെ അറിയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് അഭിരാം സർ ആൻഡ് ഹിജന. താങ്ക് യു ഡിംപിൾ ഓൾസോ. സാർ ഞാനൊരു 24-10 റൂള് പറഞ്ഞില്ല, അതില് സാറ് 20 പറഞ്ഞത് സാലറിയുടെ 20%, അതായത് നമ്മുടെ ഇൻകം അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മളൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് അല്ല, ഡൗൺ പേയ്മെന്റ് സാലറി അല്ല, സോറി, നമ്മുടെ ലോൺ 20%. അതെ 20% ഡൗൺ പേയ്മെന്റ് 20%. അല്ല സാർ, അത് സാലറിയുടെ അല്ലല്ലോ. ഇപ്പൊ നമ്മളൊരു കാറ് വാങ്ങുകയാണെങ്കിൽ ഒരു 12 ലക്ഷം ആണെങ്കിൽ
അതിന്റെ അപ്പൊ 20% ആവില്ലേ? അതിന്റെ 20%, അതിന്റെ 20%. ആ സാലറിയുടെ വിലയുടെ 20% സാലറി അല്ലല്ലോ. അല്ല അത് മിസ്റ്റേക്ക് പറ്റിയാണ്. സോ സാലറി അല്ല, കാറിന്റെ പ്രൈസ് ഉണ്ടല്ലോ അതിന്റെ 20%. സാലറി പറഞ്ഞത് 10% EMI ആണ്. EMI അടയ്ക്കുമ്പോൾ നമ്മളെ സാലറിയിൽ 10%. സാലറി അത് സാലറിയാണ്. സാലറി 10%-ൽ കൂടാൻ പാടില്ല. ഡൗൺ പേയ്മെന്റ് കാർ പ്രൈസിന്റെ 20% ആണ് ഡൗൺ പേയ്മെന്റ്. ഓക്കെ സാർ, ക്ലിയർ ആണോ? ഓക്കെ. ടോപ്പിക് വളരെ ഗംഭീരമായിരുന്നു. ഒരുപാട് എന്താ പറയുക, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു. പിന്നെ നമ്മുടെ വിജ്ഞാനം നല്ല ഗംഭീരമായിട്ടുള്ള ഇൻട്രോ അടിപൊളിയായിട്ടുണ്ട്. രണ്ടുപേർക്കും അഭിനന്ദനം. അഭിരാം സർ, ഞാൻ പറഞ്ഞോട്ടെ? സർ, ഈ ഒരു ഫീൽഡ് എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കധികം അറിയാത്ത മേഖലയാണ്. എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദ വുമൺസിന് അങ്ങനെ അധികം അറിയാത്തൊരു മേഖലയാണ് ഈ ഒരു സേവിങ്സ് അല്ലെങ്കിൽ ഒരു മണി മാനേജ്മെന്റിന്റെ ഒരിത്. അതിൽ എനിക്ക് പക്ഷേ ഇത് ഒരുപാട് നോളജബിൾ ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഞാൻ സത്യത്തിൽ നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു. പലതും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ക്യാച്ച് ആയിട്ട് തോന്നിയത് സാറിന്റെ ആ ഓരോന്നും പറയുമ്പോൾ ഉള്ള ഇപ്പോൾ 50-30-20 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാകുമ്പോൾ നമുക്ക് അത് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അത് വളരെ ഉപകാരപ്രദമായിരുന്നു സാറിന്റെ സെഷൻ സത്യത്തിൽ ഇന്നത്തേത്. ഞാൻ ലാസ്റ്റ് വരെയും കംപ്ലീറ്റ്ലി ശ്രദ്ധിച്ചിട്ട് കേട്ടോണ്ട്, എൻ്റെ ഇടയ്ക്ക് മോനെ ഉറങ്ങിയപ്പോൾ പോലും ഞാൻ തോളിൽ ഇട്ടുകൊണ്ടാണ് കേട്ടോണ്ടിരുന്നത്. ഇറ്റ് ഫെൽറ്റ് റിയലി നോളജബിൾ. താങ്ക് യു സോ മച്ച് സർ. എനിക്ക് അതിൻ്റെ അകത്ത് 5th റൂളിൽ 25 ആ റിട്ടയർമെന്റ്, അതെനിക്കൊരു ചെറിയൊരു ഇത് തോന്നി. എനിക്കത് നല്ലപോലെ ക്ലിയർ ആയില്ല. എനിക്കൊന്ന് കുഞ്ഞുണ്ടായിരുന്നോണ്ടായിരിക്കും. അത് പറഞ്ഞത് എക്സ്പെൻസ് ഉണ്ടല്ലോ, നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഉണ്ടല്ലോ, അതിന്റെ ഇയർലി എക്സ്പെൻസ്, നമ്മുടെ ചെലവുണ്ടല്ലോ, വാർഷിക ചെലവ് എന്ന് പറയുന്നത് വെച്ചാൽ മാസ ചെലവ്, അതിന്റെ വാർഷിക ചെലവാണ്. അതിന് 25 കൊണ്ട് ഗുണിക്കണം. അപ്പൊ അത് കിട്ടുന്ന എമൗണ്ട് ഉണ്ട്. അതാണ് നമ്മൾ റിട്ടയർമെന്റിനുള്ള നമുക്ക് അത്യാവശ്യം വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 50,000 രൂപയാണ് മാസ ചെലവെന്ന് വെച്ചോ. ഒരു വർഷം 6 ലക്ഷം രൂപയാവും. 6 ലക്ഷം രൂപയുടെ ചെലവ് വരുന്നു നമുക്ക് വാർഷികമായിട്ട്. അപ്പൊ അതിനെ 25 കൊണ്ട് ഗുണിക്കുമ്പം നമുക്ക് 1.5 കോടിയാണ്. അപ്പൊ 1.5 കോടി നമുക്ക് റിട്ടയർമെന്റ് ഫണ്ട് വേണം എന്നാണ് ഇത് പറയുന്നത്. 25x റൂൾ. അതാണ് 25x റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയിരുന്നു? താങ്ക് യു സോ മച്ച്. ക്ലിയർ ആയി, നല്ലപോലെ ക്ലിയർ ആയി. ആൻഡ് നല്ല സെഷൻ ആയിരുന്നു കേട്ടോ സർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനോ ആഡ് ഓൺ ചെയ്യാനോ ഉണ്ടോ? അതോ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാമോ? യെസ് അസീലത്ത് മാം. യെസ് അഭിരാം സാർ, ഞാൻ സാറിന്റെ മോർണിംഗ് സെഷൻ കേട്ടിട്ടുണ്ട്. നല്ല സെഷൻ ആയിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആയ ഹിജനയുടെ ഇൻട്രോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അഭിരാം സാറിനെ കണ്ടപ്പോ കയറി. പക്ഷെ ഞാൻ ഹിജനയുടെ ഇൻട്രോ കേട്ടില്ല. സോറി ഹിജന. അഭിരാം സാറിന്റെ ക്ലാസ് ഇത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഫൈനാൻഷ്യലി അത്ര നമുക്കറിയില്ല ശരിക്കും. ബട്ട് ഇപ്പൊ എന്റെ മക്കള് 3 ആൺമക്കളാണ് എനിക്ക്. അപ്പൊ അവർക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, ലോൺ എടുക്കരുത്, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത്, സാലറിയിൽ തന്നെ പോണം. ഈ 50-30-20 മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അതുപോലെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയി. എനിക്ക് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പോയിന്റ്സ് ഒക്കെ. വീഡിയോയിൽ വരാൻ എനിക്ക് ഭയങ്കര മടിയാണ്, അതാണ് കാര്യം. എനിവേ എനിക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയി. താങ്ക് യു സർ. ഒരു പ്രാവശ്യം കൂടി കേൾക്കണം, ചില ഭാഗമൊക്കെ ക്ലിയർ ആയില്ല. റെക്കോർഡിംഗ് കിട്ടും, അപ്പൊ ഇൻട്രോ ഉൾപ്പെടെ എല്ലാം. ശരി. എന്തായാലും താങ്ക് യു സർ. ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഞാന് നമ്മള് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സംശയം കൂടെ, അല്ലെങ്കിൽ റെക്കോർഡിംഗ് കേട്ടോളാം. 7ാമത്തെ പോയിന്റ് എനിക്ക് കിട്ടിയില്ല. റൂൾസിൽ വന്ന 2x ഇൻവെസ്റ്റിംഗ് റൂള് 6th ആയിരുന്നല്ലോ. 7th എനിക്ക് എഴുതാൻ കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ കേട്ടോളാം എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. ജസ്റ്റ് ഒന്ന് ആ പേര് പറഞ്ഞു. 100 മൈനസ് ഏജ് റൂൾ എന്ന് പറയും. 100 മൈനസ് ഏജ് റൂൾ. എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പൊ 30 വയസ്സാണ് നമുക്കെങ്കിൽ
100 മൈനസ് 30, അപ്പൊ 70ആണ്. നമ്മൾ 30ാമത്തെ വയസ്സിൽ 70% ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് മണി, പൈസ. അതിപ്പോ സ്റ്റോക്ക് ആയാലും മ്യൂച്വൽ ഫണ്ട് ആയാലും ഏതായാലും അങ്ങനെയുള്ള സ്കീംസിൽ നമ്മൾ 70% മതി ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ 40ലേക്ക് വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് 60% ഇൻവെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ 50ലേക്ക് വരുമ്പം അതിന്റെ 40%. നമ്മളെ ഏജ് കൂടുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റെപ്പ് ആയിട്ട് കുറച്ചുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും നടത്തിയിരിക്കണം. അപ്പൊ നമ്മൾ റിട്ടയർമെന്റ് ഏജ് ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കയ്യിൽ കാണും. അതാണ് ആ റൂൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് അഭിരാം സർ. നല്ലൊരു ടോപ്പിക് സർ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നമ്മളെല്ലാവരും അവെയർ ആയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. ദെൻ സർ നല്ലോണം വർക്ക് ചെയ്തിട്ടാണ് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് യുവർ പ്രസന്റേഷൻ വാസ് വെരി വെൽ ഡൺ. ഞാനിപ്പോ ഇതില് ഇന്ന് കേറാൻ മെയിൻ റീസൺ ആ ഇൻകം പറഞ്ഞ് കേട്ടപ്പോ തന്നെ എന്റെ മോൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പൊ എന്റെ മോൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ എപ്പോഴും ഓൾറെഡി ഹി സ്റ്റാർട്ടഡ് തിങ്കിങ്. ഞാനൊന്നും ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല, ബട്ട് ഇറ്റ് വാസ് ഹാപ്പനിങ്. നമ്മള് ഒരു മെയിൻ ജോബും ഉണ്ടാവും, അതിന്റെ ഒപ്പം അനദർ ജോബ്. സർ പറഞ്ഞ മാതിരി കൂടുതൽ നമ്മൾ ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് പ്ലസ് ഈ ടീച്ചിങ് ആണ് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട് ട്യൂഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കോളേജസിൽ വർക്ക് ചെയ്യുമ്പോഴും ട്യൂഷൻ ആൻഡ് പ്രാക്ടീസ്, ഇങ്ങനെ നമുക്ക് എപ്പോഴും ഈ ഒരു തോട്ട് ഉണ്ടാവും. അതേ രീതിയിൽ സർ പറഞ്ഞ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം, ദെൻ ദ റൂൾസ് ഫോർ ഇൻകം. ഈ റൂൾസ് ആണ് നമുക്ക് എപ്പോഴും വളരെ അലേർട്ടായിട്ട് ഫോളോ ചെയ്യേണ്ടത്. സേവിങ്സ് വേണം. നമ്മൾ ഇപ്പൊ ഏൺ ചെയ്യുന്ന ഇൻകം സ്പെൻഡ് ചെയ്യാൻ എളുപ്പമാണ്. സോ ഞാനിപ്പോ ഇന്ന് സാറുടെ ക്ലാസ് കയറാൻ കാരണം അനദർ ഈസ് എന്റെ മോനെയും മോളിനെയും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അവർക്ക് ഐഡിയാസ് കൊടുക്കാൻ പറ്റുമോ, ഈ രീതിയിൽ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. ബിക്കോസ് സാർ പറഞ്ഞ മാതിരി മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ ഇൻഷുറൻസ് ഫോർ സേഫ്റ്റി പർപ്പസും സെക്യൂരിറ്റി പർപ്പസും, ഇങ്ങനെയൊക്കെ നമ്മൾ ആക്ച്വലി ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എസ്പെഷ്യലി വെൻ വി ആർ ടേക്കിംഗ് അപ്പ് ജോബ്സ്, വി മസ്റ്റ് ബി അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. സോ സർ ഒരു അവെയർനെസ്സും വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു. ആൻഡ് ഹിജ്ന മാം നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. അഭിരാം സാറുടെ ക്ലാസ്സസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. ഓഫ് ലേറ്റ് ആയിട്ട് എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. ബെസ്റ്റ് വിഷസ് ടു both of you. We need more good informative sessions from Abhiram sir. Thank you, sir. Thank you, ma'am. Sure. ഗുഡ് ഈവനിങ് അഭിരാം സർ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫിനാൻസിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് കേൾക്കുന്നത്. 7 ഇൻകം സോഴ്സസ് വളരെ നന്നായി പ്രസന്റ് ചെയ്തു. ഫിനാൻസ് റൂൾസ് ഓൾസോ. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഫിനാൻസും അധികം കൈകാര്യം ചെയ്തിട്ടില്ല. എന്നാലും ഇത് കേട്ടപ്പോൾ വളരെ ആവേശം തോന്നി. ഇങ്ങനെയും പൈസയൊക്കെ ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചു. ഒറ്റ ഇൻകം മാത്രം പോരാ ജീവിക്കാൻ. നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണമെങ്കിൽ വളരെയേറെ മാർഗങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായി. സാർ വളരെ നന്നായിട്ട് അത് പ്രസന്റ് ചെയ്തു. വളരെ നന്ദി. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഹിജ്നയുടെ ഇൻട്രോയും വളരെ നന്നായിരുന്നു. ഞങ്ങൾ ഒരു ബാച്ചാണ്, 24th ബാച്ചിൽ. താങ്ക് യു. Thank you, ma'am. Thank you. ഒന്നുകൂടെ എനിക്ക് ആഡ് ഓൺ ചെയ്യാൻ താല്പര്യമുണ്ട് സർ. ഇന്നിപ്പോ ലേ ഓഫ് ആയിട്ട് ഇപ്പൊ യങ്സ്റ്റേഴ്സ് കോർപ്പറേറ്റ് വേൾഡിൽ കയറിയവരൊക്കെ പേടിച്ചിട്ട് എവറി ഡേ പേടിച്ചിട്ടാണ്. ബിക്കോസ് ലീഗലി നോക്കുമ്പോൾ ഒരു കാലത്ത് അങ്ങനെ നമ്മൾ ഒരാളിനെ ലേ ഓഫ് ചെയ്യാൻ റൂൾസ്, വളരെ പെർട്ടിക്കുലർ റൂൾസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ലേ ഓഫ് ചെയ്യാൻ കമ്പനിയുടെ ആംഗിളിൽ നിന്ന് പെർട്ടിക്കുലർലി ഇന്ന റീസൺ ഒന്നും ഇല്ല. they'll just lay off for their own purposes. അവരുടെ ആയിട്ടുള്ള റീസൺസ് ഉണ്ട്, അവരതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലേ ഓഫ് കാലത്ത് കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതർ സോഴ്സസ് ഓഫ് ഇൻകം കണ്ടെത്തണം. സർ പറഞ്ഞ മാതിരി അസെറ്റ്സ് ഫോമില് റെന്റൽ ഇൻകം, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം യങ്സ്റ്റേഴ്സ് ഹു ജോയിൻ ഇൻ ടു കോർപ്പറേറ്റ് വേൾഡ്. ഗവൺമെന്റ് ജോബ്സ് ഒക്കെ ആണെങ്കിൽ അത് ഓക്കെ, അത് അവരുടെ സെക്യൂർഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കോർപ്പറേറ്റ് വേൾഡില് കയറുന്നവര്
ആൻഡ് അതേ രീതിയിൽ ഇപ്പൊ യങ്സ്റ്റേഴ്സ്ക്ക് ബൈ 40-45 ഇയേഴ്സ് ആകുമ്പോഴേക്ക് റിട്ടയർ ആവാൻ താല്പര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ജനറേഷൻ ഉണ്ട്. ബൈ 45-50 they just want to retire and enjoy their life, have their own set of plans. So അങ്ങനെ വരുമ്പോൾ ഈ ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം ഡെഫിനറ്റ്ലി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. യെസ്, അഭിരാം സർ. അപ്പൊ Yes, ma'am. വന്ന Good evening. ഓരോരുത്തർക്കും അല്ലെ, വെരി ഗുഡ് ഈവനിങ്. അപ്പൊ വന്ന് ഇരുന്ന് കേട്ടവർ ഓരോരുത്തർക്കും ഒരു നഷ്ടം ഉണ്ടായില്ല. അവരും എല്ലാരും ഹാപ്പിയാണ് അല്ലെ, വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഹാപ്പി. ഇപ്പൊ സാറ് പറഞ്ഞ ഇൻകത്തിന്റെ കാര്യം, ഈ റൂൾസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഒരു ഒരു നിമിഷം ഞാൻ എന്നിലേക്ക് തന്നെ ആലോചിച്ചു. അത് പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ പോലും സംതിങ് ദറ്റ് ഹാപ്പൻഡ് ഇയേഴ്സ് ബാക്ക്. ബൈ പ്രൊഫഷൻ ഐ എം എ ലോയർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 2 കൊല്ലം വർക്കും ചെയ്തിട്ടുണ്ട് കോളേജ് ആസ് എ ലെക്ചറർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് ശേഷം പല പേഴ്സണൽ റീസൺസ് കൊണ്ട് ഐ കുഡ് നോട്ട് കണ്ടിന്യൂ ഇൻ മൈ ജോബ്. പക്ഷെ ഓൾവേസ് ഇപ്പം സാറ് പറഞ്ഞ മാതിരി ഒരു സ്വന്തമായ ഒരു ഇൻകം ഇല്ല, അല്ലെങ്കിൽ ഒരു ഇൻകം സോഴ്സ് ഇല്ല എന്നുള്ളത് എവറി ടൈം അതെനിക്കൊരു ഇഷ്യൂ ആയിരുന്നു. ആൻഡ് ഫൈനലി ആരുടെയും സപ്പോർട്ടൊന്നും ഇല്ലാതെ വൺ ഫൈൻ, എല്ലാവരും പറയും വൺ ഫൈൻ മോർണിംഗ് എന്നൊക്കെ പറയും, പക്ഷെ എന്നെ സംബന്ധിച്ചൊരു വൺ ഫൈൻ ആഫ്റ്റർനൂൺ ഐ ഡിസൈഡഡ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ആൻ ഓൺലൈൻ ബുട്ടീക്ക് വേ ബാക്ക്, മെനി ഇയേഴ്സ് ബാക്ക്. പക്ഷെ അതിനുശേഷം ഇപ്പം റൈറ്റ് നൗ ആസ് കുറെ പേർക്കൊക്കെ അറിയുന്ന പോലെ ഒരു ബുട്ടീക്ക് റൺ ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിൻബിളിന്റെ ഒരു പാർട്ടാണ്, വിൻബിളിനും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ ഈ ഒരു കാര്യം വെച്ചിട്ട് ഈ നൗ ദ സോഴ്സ് ഓഫ് ഇൻകം ഇസ് ഫ്രം 3 sides. ആൻഡ് ഞാനിപ്പം ആലോചിക്കാറുണ്ട്, അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ്ങിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നമുക്ക് വരുമാനം നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവണം. ഇറ്റ്സ് നോട്ട് ദ മാറ്റർ ഓഫ് ഹൗ മച്ച് യു ഏൺ. അതും ഞാൻ പറയട്ടെ, ഇപ്പം പല സോഴ്സിലും എനിക്ക് ഇൻകം ഉണ്ടെന്ന് പറയുമ്പം എല്ലാത്തൊന്നും ഭയങ്കര കാശായി റിച്ചാന്നല്ല. പക്ഷെ എൻ്റെ സർവൈവൽ, എനിക്ക് ഒരു ആവശ്യത്തിന് ഒരാളോട് ചോദിക്കേണ്ടി വരാണ്ട എന്ന് തോന്നുന്ന ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഫ്രം ഡിഫറെന്റ് സോഴ്സസ്. ബിക്കോസ് ഇപ്പം ഡ്രസ്സിന്റെ ബിസിനസ് ആണെങ്കിൽ അത് ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ചില മന്തൊന്നും നമുക്ക് ഒന്നും കിട്ടില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു പുൾ ഓൺ. അപ്പൊ നമുക്ക് അവിടെ വേറൊരു സോഴ്സ് ഉണ്ട്. സോ സിമിലർലി ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി പല സോഴ്സും പല രീതിയും നമ്മൾ ആലോചിക്കണം. ബിക്കോസ് വൺ ഫൈൻ ഡേ ഇൻകം നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ആൻഡ് സോൾലി ഒരു ബ്രെഡ് വിന്നർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുക തന്നെ വേണ്ട അല്ലെ. നമ്മളുടെ വരുമാനം കൊണ്ടാണ് നമ്മുടെ ചക്രം ഓടുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. വണ്ടിക്ക് സഡൻ ബ്രേക്ക് ചവിട്ടി നിർത്താന്ന് മാത്രമല്ല, ചവിട്ടി കൊക്കയിലേക്ക് മറിയുന്ന ഒരു എഫക്റ്റ് ആണ് നമുക്ക് വരുന്നത്. ബിക്കോസ് നമുക്ക് സർവൈവൽ വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞതുപോലെ, ഇപ്പം ചന്ദ്ര മാം ഒക്കെ പറഞ്ഞതുപോലെ, IT ഫീൽഡിലായാലും എല്ലാവർക്കും എന്തെങ്കിലും വേറൊരു സോഴ്സ് നമ്മൾ സൈഡിൽ കാണണം, അറ്റ്ലീസ്റ്റ് ഫോർ ദ സർവൈവൽ. ഒരുപാട് ഉണ്ടാക്കാനല്ലെങ്കിലും സർവൈവ് ചെയ്യാൻ. അതായത് മെയിൻ ജോബ് വേറെ കണ്ടുപിടിക്കുന്നത് വരെ നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു സർവൈവൽ, ഒരു പ്ലാൻ ബി അല്ലേ. നമ്മൾ എപ്പോഴും പലപ്പോഴും ഇപ്പൊ പറയുന്ന പോലെ എല്ലാത്തിനും വി നീഡ് എ പ്ലാൻ ബി എന്ന് പറയുന്ന പോലെ ഇൻകത്തിനും ഒരു പ്ലാൻ ബി വേണം. അതൊരു മസ്റ്റ് ആണ്. എസ്പെഷ്യലി വെൻ യു ആർ വർക്കിംഗ് ഇൻ എ പ്രൈവറ്റ് സെക്ടർ, ഡെഫിനറ്റ്ലി യു ഷുഡ് ഹാവ് ദാറ്റ് പ്ലാൻ ബി. ബിക്കോസ് എപ്പോൾ വേണമെങ്കിലും നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ തക്കം ഒരു സ്വാതന്ത്ര്യവും ഒരു ഇതുള്ള ഒരു ഇതാണ് പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുമ്പോൾ. സോ ഡെഫിനറ്റ്ലി അതൊരു വെർത്ത് തന്നെയായിരുന്നു ഇന്നത്തെ സെഷൻ. ഐ തിങ്ക് ഹിജ്ന മാം എന്നോട് ഇനീഷ്യലി പറഞ്ഞിരുന്നു തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, ദാറ്റ് ഇൻട്രോ പറഞ്ഞാൽ പോവാമോ എന്ന് ചോദിച്ചു എന്ന് തോന്നുന്നു എനിക്ക്, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. സോ അതെ, എനിക്ക് എനഗ്രാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു മാം. but she sat for the whole class. So I also wrote down the whole points. So definitely that says that there is a need for applause for Abhiram sir, because ആ സാറിന്റെ ആ ഒരു ക്ലാസ് കാരണമാണ് it made her sit till the end. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെന്റ്, ഓരോരുത്തരും പോയിന്റ്സ് നോട്ട് ചെയ്തു എഴുതി എന്നൊക്കെ പറയും. യെസ് മാം. ഞാനും സാറിന്റെ പോയിന്റ്സ് കേട്ടപ്പോ അതെ, പേന എടുത്തവിടെ ഇരുന്നു. അസിലത്ത് മാം പറഞ്ഞത് കേട്ടിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്റെ ബാച്ച്മേറ്റ് ആയതുകൊണ്ട് ഹിജ്ന മാമിന്റെ ഇൻട്രോ കേൾക്കാനാണ് ഞാൻ വന്നത്. ഇൻട്രോ കേട്ടില്ല, കേറുമ്പോഴേക്ക് ഇൻട്രോ കഴിഞ്ഞു, എന്നാലും ഇറങ്ങിപ്പോയില്ല. അഭിരാം സാറിന്റെ മോർണിംഗ് സർക്കിൾ കേട്ടിട്ട് ഷീ സാറ്റ് ഫോർ ദ ഹോൾ സെഷൻ എന്നുള്ളതാണ്. സോ ഓൾ ദീസ് ആർ റിയലി എ ഗ്രേറ്റ് നോട്ട് ഓഫ് appreciation for you, Abhiram sir. So as Chandra ma'am told, we need more of such kind of sessions from you.
ഡെഫിനറ്റ്ലി വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ സച്ച് സെഷൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കര നീണ്ട ഗ്യാപ്പ് ഇടരുത്, നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ വരണം കേട്ടോ. So really thank you so much for such a wonderful session, Abram sir, as well as Hijna ma'am for that wonderful intro. And thank you each one who is here. ഇത്രയും നേരം ഈ ഒരു സെഷൻ കേട്ടതിനും നിങ്ങളുടെ തോട്ട്സ് എല്ലാം പങ്കുവെച്ചതിനും താങ്ക് യു സോ മച്ച്. സോ വി വിൽ ബി ബാക്ക് വിത്ത് അനദർ ട്രെയിനർ ഓൺ മൺഡേ in Trainers Talk. So thank you so much and good night. Thank you. Thank you. Thank Thank you. you. Thank you all. Bye. Good Thank you night. all.